വിദ്യാരണ്യ സ്വാമികൾ രചിച്ച ജീവൻ മുക്തി വിവേകം എന്ന പ്രകരണ ഗ്രന്ഥത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. ജന്മസാഫല്യം നേടിയ സുകൃതികൾ അതിനർഹരായ തങ്ങളുടെ സഹജീവികൾ അന്ധകാരത്തിൽ കിടന്ന് വലയുന്നത് കാണുമ്പോൾ സഹതാപപൂർവം പറയുന്നു, ലബ്ധ്വാ കദഞ്ചിന്നരജന്മദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം യസ്ത്വാത്മമുക്ത്यै നയതേത മൂഢധീഃ സഹ്യാത്മഃ സ്വം വിനിഹന്ത്യസദ്ഗ്രഹാത്. കഷ്ടം, സുദുർലഭമായ നരജന്മം ലഭിച്ചിട്ടും മോക്ഷം നേടുവാൻ ആവശ്യമായ എല്ലാ യോഗ്യതകളും കാരണങ്ങളും ഉണ്ടായിട്ടും പരമമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ആത്മമുക്തിക്കു വേണ്ടി പ്രയത്നിക്കാതെ മൂഢമതികൾ അസത്തിനെ സത്തായി കരുതുക മൂലം ആത്മഹത്യ ചെയ്യുന്നുവല്ലോ. അതെ, നരജന്മം ലഭിച്ച നമുക്ക് ശാസ്ത്രമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിഞ്ഞാൽ കാമക്രോധാദികൾ മൂലം ഉണ്ടാകുന്ന വേഗങ്ങളെ, ക്ഷോഭങ്ങളെ അടക്കാൻ കരുത്ത് നേടിയാൽ അനന്തമായ സുഖവും ശാശ്വതമായ ശാന്തിയും നേടാം. അങ്ങനെ ഈ ശരീരത്തിലിരിക്കെ തന്നെ മുക്തി നേടുന്നതെങ്ങനെ എന്നതിനെപ്പറ്റി ശ്രദ്ധാലുക്കളായ സാധകന്മാർക്ക് സുവ്യക്തമായി നിർദ്ദേശം കൊടുക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ശാസ്ത്രഗ്രന്ഥമത്രേ വിദ്യാരണ്യ വിരചിതമായ ജീവൻ മുക്തി വിവേകം. ഇതിൻ്റെ കർത്താവായ വിദ്യാരണ്യ സ്വാമി 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിജയനഗര രാജാവായ ബുക്കരായൻ്റെ ദിവാനായ സായണാചാര്യർ തന്നെയാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടു വരുന്നു. വേദങ്ങൾക്ക് വിസ്തൃതമായ വ്യാഖ്യാനമെഴുതി രാജാവിന് സമർപ്പിച്ച സായണാചാര്യൻ പിന്നീട് സന്യാസം സ്വീകരിച്ച് വിദ്യാരണ്യ നാമധേയത്തോടു കൂടിയ ഒരു ആധ്യാത്മിക ആചാര്യനായി തീർന്നു. ഭാരിച്ച ഭരണകാര്യങ്ങൾക്കിടയിലും ശാസ്ത്രപാഠത്തിനും ആധ്യാത്മിക സാധനകൾക്കും വേണ്ടത്ര സമയം കണ്ടെത്തിയിരുന്ന ഒരു യഥാർത്ഥ ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഫലമായി ജീവൻ മുക്ത പദവിയെ അധിരോഹണം ചെയ്ത വിദ്യാരണ്യ സ്വാമി തൻ്റെ ജീവിത അനുഭൂതികളെ രേഖപ്പെടുത്തിയതാണോ ഈ ജീവൻ മുക്തി വിവേകമെന്ന് തോന്നിപ്പോകും ഇതിലെ ഋജുവും സരളവും ആത്മാർത്ഥവുമായ പ്രതിപാദന രീതി കണ്ടാൽ. സമഗ്ര ജീവിത സ്പർശിയായ ഹൈന്ദവധർമ്മം മരണാനന്തര ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക മൂലം ഐഹിക ജീവിത മണ്ഡലങ്ങളിൽ പരാജയപ്പെടുകയാണ് ചെയ്തതെന്ന് ഒരു പരാതി പണ്ഡിതമന്യന്മാരായ പരദേശികളിൽ നിന്നും സ്വദേശികളിൽ നിന്നും പരക്കെ കേൾക്കാറുണ്ട്. ഇത് വെറും അജ്ഞതയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു അഭിപ്രായമാണെന്നറിയുന്നതിന് ജീവൻ മുക്തി വിവേകം ഒന്ന് പഠിക്കുകയേ വേണ്ടൂ. രാജ്യഭരണകാര്യങ്ങളിൽ മുഴുകിയ സായണൻ സ്വയം എങ്ങനെയാണ് ശാസ്ത്രോക്തമായ മാർഗങ്ങളെ അവലംബിച്ച് അവസാനം ജീവൻ മുക്തനായത്, അതുപോലെ ഏതൊരാൾക്കും ജന്മസാഫല്യം നേടുന്നതിനുള്ള മാർഗങ്ങൾ യുക്തിയുക്തമായും ആധുനിക ശാസ്ത്രത്തിൻ്റെ അപഗ്രഥന പടുതയോടുകൂടിയും രചിച്ചിട്ടുള്ള ഒരു ഒന്നാന്തരം പ്രകരണ ഗ്രന്ഥമാണ് ഈ പുസ്തകം. അത്യന്തം ക്ഷോഭജനകമായ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ അവികലമായ ശാന്തിയും സമാധാനവും അനുഭവിക്കാമെന്ന് ഈ ഗ്രന്ഥം നമുക്ക് നിർദ്ദേശിച്ചു തരുന്നു. ശുഭങ്ങളും അശുഭങ്ങളുമായ വാസനകളോടെ ജനിക്കുന്ന മനുഷ്യൻ വിവിധ സാധനകളുടെ അനുഷ്ഠാനം കൊണ്ട് എങ്ങനെയാണ് ജീവിതം ധന്യമാക്കേണ്ടതെന്ന് ഗുരുമുഖത്തു നിന്നും പഠിച്ച് അറിയേണ്ടതാണ്. അങ്ങനെയുള്ള അധ്യയന ആചരണാദികൾ വെടിഞ്ഞ് തങ്ങളുടെ പൂർവമഹത്വത്തിൽ വെറും മിഥ്യാഭിമാനം പൂണ്ട്
അന്തസ്സാരശൂന്യമായ ഒരു ജീവിതം നയിക്കുന്ന ജനതയായി നാം അധപ്പതിച്ചിരിക്കുകയാണ് ഇന്ന്. ഇത് പരവഞ്ചനയോടൊപ്പം ആത്മവഞ്ചനയുമാണ്. ഇതിൽ നിന്ന് നമ്മെയും അതുവഴി ലോകത്തെയും രക്ഷിക്കുവാനുള്ള ഒരേ ഒരു മാർഗം സത്യസന്ധവും ധീരവുമായ ആത്മവിമർശനമാണ്. അതിന് നമ്മെ സമർത്ഥരാക്കുന്ന ഒന്നാണ് ഈ വിശിഷ്ട ഗ്രന്ഥം. ഇതിലെ ആദ്യത്തെ പ്രകരണം ജീവൻ മുക്തി പ്രമാണ പ്രകരണമാണ്. ജീവിച്ചിരിക്കെ തന്നെ പ്രകൃതി വേഗങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാത്തരം ബാഹ്യപ്രേരണകളിൽ നിന്നും പരിപൂർണ മുക്തനായി സർവതന്ത്ര സ്വതന്ത്രനാകുന്നതെങ്ങനെയെന്ന് സ്വോദാഹരണം ഈ പ്രകരണത്തിൽ വ്യക്തമാക്കി തരുന്നു. ആത്മാർത്ഥവും ശ്രദ്ധാപൂർവവുമായ സാധന കൊണ്ട് ജീവൻ മുക്തി സാധ്യമാണെന്ന് ഈ പ്രകരണ പഠനം ഒരുവനെ ബോധ്യപ്പെടുത്തും. അടുത്തത് വാസനാക്ഷയ പ്രകരണമാണ്. ജീവൻ ശരീരമെടുക്കുന്നത് വാസനകളുടെ ഫലമായിട്ടാണ്. ശുഭങ്ങളും അശുഭങ്ങളുമായ വാസനകൾ ഉണ്ട്. പുരുഷപ്രയത്നം കൊണ്ട് അശുഭവാസനകളെ ശോഷിപ്പിച്ച് ശുഭവാസനകളെ പോഷിപ്പിക്കണം. തത്ഫലമായി അന്തഃകരണം രാഗദ്വേഷരഹിതമാകുന്നു. പിന്നെ പ്രാരബ്ധ കർമ്മങ്ങൾ മൂലമുണ്ടാകുന്ന സുഖദുഃഖങ്ങളാൽ ബാധിതനാകാതെ സമചിത്തത പാലിക്കാൻ സാധകൻ സമർത്ഥനായി ഭവിക്കുന്നു. ഈ പ്രകരണം പഠിച്ചാൽ ആധ്യാത്മിക നിഷ്ഠയിൽ പൂർവാധികം ശ്രദ്ധയും ആവേശവും ഉണ്ടാകും. മൂന്നാമത്തേത് മനോനാശ പ്രകരണമാണ്. സങ്കല്പ വികൽപ്പാത്മകമായ മനസ്സ് ഉള്ളിടത്തോളം കാലം പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കാൻ കഴിയുകയില്ലല്ലോ. അതിനാൽ അഭ്യാസ വൈരാഗ്യങ്ങളെക്കൊണ്ട് സാധകൻ എല്ലാ ആശകളെയും വെടിഞ്ഞ് സ്ഥിതപ്രജ്ഞ പദത്തിലെത്തേണ്ടത് എപ്രകാരമാണെന്ന് സുവ്യക്തമായി ഈ പ്രകരണത്തിൽ പ്രതിപാദിക്കുന്നു. ജീവൻ മുക്തി നേടുന്നതിൻ്റെ പ്രയോജനമെന്തെന്ന് വിവരിക്കുന്ന സ്വരൂപസിദ്ധി പ്രയോജന പ്രകരണമാണ് അടുത്തത്. ആത്യന്തിക ദുഃഖനാശവും സനാതന സുഖപ്രാപ്തിയുമാണ് ജീവൻ മുക്തിയുടെ പ്രയോജനം. ഇത് നേടിയ ജീവൻ മുക്തന്മാർ ബാഹ്യദൃഷ്ടിയിൽ സാധാരണന്മാരെ പോലെ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവരായും അല്ലാത്തവരായും കാണപ്പെട്ടാലും ആന്തരമായി ഒരേ നിലയിലുള്ളവരാണെന്ന് വിവരിച്ച് ഈ പ്രകരണം അവസാനിപ്പിക്കുന്നു. ജീവൻ മുക്തിക്ക് ഏറ്റവും സഹായകമായിരിക്കുന്ന സന്യാസത്തെപ്പറ്റി വിശദമായി വിവരിക്കുന്ന പരമഹംസ ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ച് വിദ്വത് സന്യാസം എന്താണെന്നും പരമഹംസന്മാരുടെ സ്വഭാവങ്ങളും ആചരണങ്ങളും എങ്ങനെയുള്ളതാണെന്നും വ്യക്തമാക്കുകയാണ് അവസാനത്തെ പ്രകരണം കൊണ്ട് സാധിക്കുന്നത്. ഇപ്രകാരം മനുഷ്യജീവിതം ധന്യമാക്കുന്നതിന് ഒരുവനെ സമർത്ഥനാക്കാൻ സഹായിക്കുന്ന ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണ് ജീവൻ മുക്തി വിവേകം. സംസ്കൃത അനഭിജ്ഞരായ കേരളീയർക്ക് എളുപ്പത്തിൽ മനസ്സിലാകത്തക്ക വിധം ലളിതമായ രീതിയിലാണ് ഈ ഭാഷാ വിവർത്തനത്തിൽ വിഷയങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്തിലും പ്രചരണത്തിലും മാത്രം ദത്തശ്രദ്ധനായി കഴിഞ്ഞുകൂടുന്ന നിസ്വാർത്ഥമതിയും പണ്ഡിതവരേണ്യനുമായ ശ്രീ ജി ബാലകൃഷ്ണൻ നായരോട് കേരളീയർ എന്നെന്നും ഇതിന് കൃതജ്ഞതരായിരിക്കും. കാര്യാകാര്യ വിവേചനം ചെയ്ത് ജീവിതം ശാസ്ത്രീയമായി നയിക്കാൻ പഠിതാക്കൾക്ക് ഇത് സഹായകമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗ്രന്ഥത്തെ ഞങ്ങൾ സഹൃദയ സമക്ഷം സാദരം സമർപ്പിച്ചുകൊള്ളുന്നു. പ്രകാശകൻ തൃശ്ശൂർ 15/5/1977. ജീവൻ മുക്തി വിവേകം ഓഡിയോ ബുക്ക് ആരംഭിക്കുന്നു. ജീവൻ മുക്തി പ്രമാണ പ്രകരണം. നമോവാകം. ജഗദീശ്വരൻ്റെ നിശ്വാസങ്ങളാണ് വേദങ്ങൾ. വേദങ്ങളോട് ചേർത്ത് അദ്ദേഹം ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചു.
ജഗത് കർത്താവായ ആ വിദ്യാതീർത്ഥ മഹേശ്വരനെ നമുക്കാദ്യമായി വന്ദിക്കാം. സന്യാസഭേദം. സത്യത്തെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചിലർ സന്യസിച്ചുവെന്നു വരാം. അത്തരം സന്യാസമാണ് വിവിദിഷാ സന്യാസം. വിവിദിഷാ ശബ്ദത്തിന് അറിയാനുള്ള ആഗ്രഹം എന്നാണ് അർത്ഥം. സത്യത്തെ അറിഞ്ഞിട്ട് ചിലർ സന്യാസം സ്വീകരിക്കാം. അതത്രേ വിദ്വത്സ സന്യാസം. ഈ രണ്ടു തരം സന്യാസങ്ങളുടെയും സ്വരൂപം വ്യക്തമായി അറിയേണ്ടതാണ്. മുക്തി തന്നെ വിദേഹമുക്തി എന്നും ജീവൻ മുക്തി എന്നും രണ്ടു പ്രകാരമുണ്ട്. ഇതിൽ വിവിദിഷാ സന്യാസം വിദേഹമുക്തിക്കും വിദ്വത് സന്യാസം ജീവൻ മുക്തിക്കും കാരണമാകുന്നു. വൈരാഗ്യമാണ് സന്യാസത്തിന് കാരണം. എപ്പോൾ വിരക്തി വരുന്നുവോ അപ്പോൾ തന്നെ വീട് വിട്ടിറങ്ങണം എന്നാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് ഘോഷിക്കുന്നത്. വൈരാഗ്യഭേദങ്ങൾ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വൈരാഗ്യം തീവ്രമെന്നും തീവ്രതരമെന്നും രണ്ടു വിധമാണ്. തീവ്രവൈരാഗ്യത്തോടെ സന്യസിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് ബ്രഹ്മധ്യാന നിരതനായി പാർക്കുന്ന സന്യാസിയെ കുടീചകൻ എന്ന് വിളിക്കുന്നു. കുടിയെ, അതായത് പർണശാലയെ സമാശ്രയിക്കുന്നത് കൊണ്ടാകാം കുടീചകൻ എന്ന പേര് അന്വർത്ഥമാകുന്നത്. ശരീരത്തിന് വേണ്ടത്ര ശേഷിയുണ്ടെങ്കിൽ തീവ്രവൈരാഗിയായ സന്യാസിക്ക് തന്നെ ബ്രഹ്മധ്യാന നിരതനായി തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിച്ച് സഞ്ചരിച്ച് കഴിച്ചുകൂട്ടാം. അങ്ങനെയുള്ള സന്യാസിയെ ബഹൂദകൻ എന്നാണ് വിളിക്കുക. ബഹുതീർത്ഥങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ടാകാം ബഹൂദകൻ എന്ന പേരുണ്ടായത്. തീവ്രതൈര വൈരാഗ്യം വന്നയാളാണ് ഹംസൻ. ഹംസൻ സമാധി പരിപക്വത നേടി സാക്ഷാൽ ജ്ഞാനസ്വരൂപമായ സത്യവസ്തുവിൽ ബുദ്ധിയുറച്ചവനായി തീരുന്നതോടെ പരമഹംസനായിത്തീരുന്നു. സന്താനങ്ങളോ ഭാര്യയോ പണമോ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ചിലർക്ക് സംസാരബന്ധങ്ങളോടുള്ള തൽക്കാല വിരക്തി വന്നു ചേരാറുണ്ട്. ഇതത്രേ മന്ദവൈരാഗ്യം. ഈ ജന്മത്തിൽ പുത്രധാരാദി ബന്ധങ്ങൾ എനിക്കുണ്ടാവുകയേ അരുത് എന്ന ഉറപ്പായ തീരുമാനമാണ് തീവ്രവൈരാഗ്യത്തിൻ്റെ ലക്ഷണം. പുനർജന്മത്തിന് കാരണമാകുന്ന യാതൊരു ലോകസുഖവും എനിക്ക് വേണ്ട എന്നുറച്ച് സ്വർഗാദി സുഖങ്ങളെപ്പോലും നിസ്സാരമായി തള്ളുന്ന വൈരാഗ്യമാണ് തീവ്രതര വൈരാഗ്യം. മന്ദവൈരാഗി സന്യാസത്തിന് അർഹനേയല്ല. തീവ്രവൈരാഗിയുടെ ശരീരശക്തിക്കനുസരിച്ചാണ് സന്യാസം രണ്ടു വിധം വന്നു ചേരുന്നത്. അങ്ങനെയാണ് കുടീചകനും ബഹൂദകനും. രണ്ടുപേരും ത്രിദണ്ഡികളാണ്. ശരീരം, വാക്ക്, മനസ്സ് ഇവയുമായി ബന്ധപ്പെട്ടവയെയെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ത്രിദണ്ഡം. തീവ്രതര വൈരാഗികളും രണ്ടായി പിരിയുന്നു: ഹംസന്മാരെന്നും പരമഹംസന്മാരെന്നും. ഹംസൻ ദേവയാന മാർഗത്തിൽ കൂടി ബ്രഹ്മലോകത്തെത്തി പൂർണ്ണ സത്യം സാക്ഷാത്കരിക്കുന്നു. പരമഹംസൻ ഇവിടെ വെച്ചു തന്നെ ബ്രഹ്മസ്വരൂപം നേടി ജീവൻ മുക്തനായി വാഴുന്നു. ഇവരുടെ സ്വഭാവവും ആചാരങ്ങളും പരാശര സ്മൃതിയിൽ വിസ്തരിച്ചിട്ടുണ്ട്. നാം ഇവിടെ പരമഹംസൻ ആരെന്നുള്ള കാര്യമാണ് മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. ചിലർ ജിജ്ഞാസുക്കളായിരിക്കുമ്പോൾ തന്നെ സന്യസിച്ച് പരമഹംസ പദവി സ്വീകരിക്കുന്നു. വേറെ ചിലർ ജ്ഞാനികളായ ശേഷം മാത്രം സന്യസിച്ച് പരമഹംസന്മാരായി വിരാജിക്കുന്നു. ലോകഭേദം. ലോകം രണ്ടു തരമാണ്: ആത്മലോകമെന്നും അനാത്മലോകമെന്നും. അനാത്മലോകത്തെ ബൃഹദാരണ്യകത്തിൽ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നു. ബൃഹദാരണ്യകം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു: ലോകങ്ങൾ മൂന്നായിട്ടാണ് അറിയപ്പെടുന്നത്: മനുഷ്യലോകം, പിതൃലോകം, ദേവലോകം.
പുത്രലാഭം കൊണ്ട് വേണം മനുഷ്യലോകത്തെ സാർത്ഥകമാക്കാൻ. പുത്രലാഭം കൊണ്ട് വേണം മനുഷ്യലോകത്തെ സാർത്ഥകമാക്കാൻ. മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. സത്കർമ്മം കൊണ്ട് പിതൃലോകം നേടാം, വിദ്യ കൊണ്ട് ദേവലോകവും. ബൃഹദാരണ്യകത്തിൽ ഈ ഭാഗത്തു തന്നെ ആത്മലോകത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്മലോകം നേരിട്ടു കാണാതെ ഈ ലോകം വിട്ടു പോകുന്നയാൾക്ക് അറിയാത്തതുകൊണ്ട് അത് അനുഭവിക്കാൻ ഇടവരുന്നില്ല. വീണ്ടും ഇങ്ങനെ കാണുന്നു: ആത്മാവിനെ തന്നെ ലോകമായി ഉപാസിക്കൂ. ആത്മാവിനെ ലോകമായി ഉപാസിക്കുന്നവൻ്റെ കർമ്മങ്ങൾ ഒരിക്കലും ക്ഷയിക്കുന്നില്ല. ആത്മലോക പ്രശസ്തി. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.